ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇതിന് കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പെഡൽ ഹാർഡും അതുപോലെ തന്നെ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാൽ ക്ലച്ചിൻ്റെ തേയ്മാനം കൊണ്ടാണ് അങ്ങനെ സംഭവം. അപ്പോൾ നമുക്കിത് ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറാം. അതിനായിട്ട് ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കുന്നതിന് മുന്നേ നമുക്കതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ റിവേഴ്സ് ലൈറ്റിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ സ്വിച്ചും അഴിച്ചു വിടണം. വേറെ വയറിംഗ് ഒന്നും ഇതിനകത്തില്ല. ആകെ 2 കപ്ലർ വയറിംഗ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇവിടെ സ്പീഡോമീറ്ററിൻ്റെയും അതുപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ സ്വിച്ചും. ഈ 2 സ്വിച്ച് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഈ വയറിങ്ങിൻ്റെ ഹോൾഡർ 2-3 വരുന്നുണ്ട് താഴത്തേക്ക് വരാതിരിക്കാൻ, 2-3 കപ്ലറുകൾ. അതും കൂടെ അടിയിച്ച് കഴിഞ്ഞ് വയർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ക്ലച്ചിൻ്റെ താഴത്തെ സിലിണ്ടർ അഴിക്കാനായിട്ട് ഈ 2 12-ൻ്റെ ബോൾട്ട് അഴിച്ചാൽ മതി. അഴിച്ചു കഴിഞ്ഞാൽ വേറെ പൈപ്പ് ലൈനോ കാര്യങ്ങളൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. 2 ബോൾട്ട് മാത്രം അഴിച്ച് മാറ്റി വയ്ക്കാം. പിന്നുള്ളത് ചുറ്റു ബോൾട്ടും സ്റ്റാർട്ടർ മോട്ടറുമാണ്. സ്റ്റാർട്ടർ മോട്ടർ അഴിക്കുന്നതിന് മുന്നേ നെഗറ്റീവ് വയർ പിടിച്ച് വിടണം. അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസും ഇതിൽ അഴിച്ച് വിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ബോക്സ് താത്തുമ്പോൾ അത് ഇങ്ങോട്ട് വലിയുമ്പോൾ അപ്പർ ഹോസിൻ്റെ ടോപ്പ് ടാങ്ക് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അപ്പർ ഹോസ് നമ്മൾ അഴിച്ചു വെച്ചില്ലെങ്കിലും അതിൻ്റെ ക്ലിപ്പ് മാത്രം ഒന്ന് മാറ്റി വെച്ചാലും മതി, ലൂസ് ചെയ്ത് മാറ്റി വെച്ചാലും മതി. എന്നാൽ മാത്രമേ ഗിയർ ബോക്സ് ഇറക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷേക്ക് അത് കറക്റ്റായിട്ടിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പർ ടാങ്ക് പൊട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഗിയർ ലിവർ വിടിയിക്കാനായിട്ട് നമുക്ക് മുകളിൽ നിന്നൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് അഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബൂട്ട് വരുന്നുണ്ട് ഗിയർ ലിവറിൻ്റെ. ഈ ബൂട്ട് മാറ്റിയതിന് ശേഷം 1-2 വിരലുള്ളിലിട്ടിട്ട് ഒന്ന് അമർത്തി കൊണ്ട് തിരിച്ചാൽ മതി. ലിവർ ഈസി ആയിട്ട് പുറത്ത് വരും. അതിനുവേണ്ടി മുകളിൽ ഒന്നും തന്നെ അഴിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത്. പിന്നെ നമ്മുടെ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അഴിക്കാനായിട്ട് ഈ 2 ബോൾട്ട് ഇവിടെ 2 ബോൾട്ട് വരുന്നുണ്ട് 14. ഈ 2 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഫുൾ അസംബ്ലി തന്നെ താഴത്തേക്ക് വരും. വേറെ ബാക്കിലെ 14 ബോൾട്ടൊന്നും 4 ബോൾട്ടൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഈ 12 മാത്രം അഴിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് പുറത്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ 2 ക്രോസും ഫ്രണ്ടിലെ ബാക്ക് ക്രോസും അതുപോലെ ഫ്രണ്ട് ക്രോസും അഴിക്കണം. ബാക്ക് ക്രോസ് മാത്രം അഴിച്ചാലും ഇത് പുറത്ത് വരില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് താഴെ വരുമ്പോൾ ഇവിടെ വന്ന് ഈ ക്രോസിൽ വന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്രോസും ബാക്കിലെ ക്രോസും അഴിച്ചു മാറ്റണം. നമുക്ക് ആ ഗിയർ ലിവർ അഴിക്കാനായിട്ട് ബൂട്ട് ഇടക്കായിരുന്നു ഇതുണ്ട. ഈ ബൂട്ട് അഴിച്ച് മുകളിലേക്ക് ആക്കുക. എന്നിട്ട് വെറുതെ ചുമ്മാ 2 വിരൽ അപ്പുറത്തും ഇപ്പുറത്തും 2 വിരലിട്ടുകൊണ്ട് ഉള്ളിലേക്ക് പ്രസ്സാവുക. ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടൊരു ചെറിയ റൊട്ടേഷൻ ചെയ്താൽ മതി. ലോക്ക് പുറത്ത് പോയി അഴിക്കും. ലെഗ് താത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. അതിന് നമുക്ക് മുകളിൽ ഒന്നും തന്നെ അഴിക്കേണ്ട ആവശ്യമില്ല. അതുണ്ടോ, ഇത്രയേ ഉള്ളൂ. അതുപോലെ കയറ്റുമ്പോഴും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് തിരിച്ചാൽ മതി. അത് ഗിയർ ലിവർ ഇടാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട്. അത് 2 ലോക്കിൽ കറക്റ്റായിട്ടേ വീടുള്ളൂ. അങ്ങോട്ടും മാറി കയറില്ല. അത് ഇവിടെ 2 ഗ്രൂവ് ഉണ്ട് അതിന് ലോക്കിലേക്ക്. ഇതാണ്ട, ഇവിടെയും അതിൻ്റെ അപ്പുറത്തും 2 ഗ്രൂവ് ഉണ്ട്. ആ 2 പിന്നുമാരി ക്വാർട്ടർ പിന്നുമാരി ഇപ്പുറത്തും അപ്പുറത്തും ഉണ്ട്. ഈ ക്വാർട്ടർ പിന്ന് അതിലേക്ക് കറക്റ്റായിട്ടേ കയറുള്ളൂ, മാറി കയറില്ല അത്. അപ്പോൾ അതിന് ഉള്ളിലേക്ക് ഇറക്കിയും കൊണ്ട് താഴത്തെയും കൊണ്ട് തിരിച്ചാൽ മതി. അതുള്ളൂ. അതിന് നമുക്ക് മുകളിൽ ഒന്നും തന്നെ അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ ഇനി ഗിയർ ബോക്സ് അഴിച്ച് പുറത്തെടുക്കാം. ലോഡ് ചെയ്താൽ നമ്മൾ കയറ്റുമ്പോൾ ഇതിനകത്ത് ഒരു ഡസ്റ്റ് കവറുമാതിരി ഒരു ഷീൽഡ് വരുന്നുണ്ട്. ആ ഷീൽഡ് കറക്റ്റായിട്ട് കയറ്റി തന്നെ വേണം. ആ ഗിയർ ബോക്സിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ കയറ്റി വെച്ചതിന് ശേഷമാണ് കയറ്റാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇരിക്കില്ല. അതിവിടെ ഒരു ലോക്ക് ഉണ്ട്. അത് ഗിയർ ബോക്സിൽ കറക്റ്റായിട്ട് നിർത്തിയിട്ട് വേണം കയറ്റാനായിട്ട്. തിരിക്കണേ.
ബെയറിംഗ് പക്ക പോയതാണ് ഇതിനകത്ത്. എന്തായാലും നമ്മൾ ക്ലച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് പാർട്സ് എല്ലാം തന്നെ മാറുന്നുണ്ട്. അത് മാത്രമല്ല ക്ലച്ച് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. അത് മൊത്തം മറ്റേ ക്ലച്ചിൻ്റെ പൊടിയാണ്. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. ക്ലച്ചിൻ്റെ കണ്ടീഷൻ കണ്ടോ, ഇത് ഒറിജിനൽ തന്നെയാണ്, ടൊയോട്ടയുടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. മൊത്തം തുരുമ്പായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും പെഡലിലേക്ക് നമ്മൾ ടൈറ്റ് വന്നത്. ഫിംഗറൊക്കെ കറക്റ്റ് ഹാർഡായിരിക്കുകയാണ്, പക്ക ഹാർഡായിരിക്കും. എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലൈ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആണ്, സ്ട്രക്കായി നിൽക്കുകയാണ്. അത് സ്ട്രക്കായി നിന്നാലും നമുക്ക് ഗിയർ ടൈറ്റ് ആവും. ഇത് ഫ്രീ ആയിട്ട് കറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷാഫ്റ്റ്, നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് ഇതിൻ്റെ അകത്ത് കയറായി നിൽക്കുക. ഇതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഇത് കടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ പൊസിഷൻ കിട്ടില്ല. ഇത് കറങ്ങുന്ന ഫ്ലൈ വീൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഷാഫ്റ്റിന് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഗിയർ ഇടാൻ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുക. അതുപോലെ ഗിയർ കറക്റ്റായിട്ട് വീഴാനും സാധ്യത കുറവാണ്. ഇതിപ്പോൾ പക്കാ സ്റ്റക്കല്ല, എന്നാലും ഇത് സ്റ്റക്കാണത്. ഇത് തിരിയണില്ല, കണ്ടോ, ഒരു പൊസിഷൻ വന്നുകൊണ്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈ വീൽ ബെയറിങ് നമുക്ക് ഇതിനകത്ത് മാറാം. ഇത് ശരിക്കും എടുക്കാനായിട്ട് ഒരു പുള്ളറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് ഒരു പേപ്പറോ ഇല്ലാന്നുണ്ടെങ്കിൽ മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അടിച്ചാൽ മതി. ആ ഉള്ളിൽ ലോഡാകുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ നമുക്ക് റിങ്ങും മറ്റേ ബെയറിങ് എന്തായാലും അതിനകത്ത് മാറി വിടാം. ഇതാണ് ഇതിൻ്റെ പഴയ ക്ലച്ച് സെറ്റാണ്. ഇതിൽ നല്ലോണം സ്ലിപ്പായിട്ട് ഓടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഷെയ്ഡ് വരുന്നുണ്ടോ, ആ ഗ്ലാസ് ഷെയ്ഡ് വന്നാൽ തന്നെ അത് സ്ലിപ്പായതിൻ്റെ ഒരു സിഗ്നലാണ് ആ വരുന്നത്. അതിൽ ഇപ്പുറത്ത് ഏകദേശം അത്യാവശ്യം നല്ല തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. ഈ ലൈനാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. ഈ ലൈനിന് രണ്ട് പർപ്പസാണുള്ളത്. ഒന്ന് ഇൻഡിക്കേഷനും അതുപോലെ തന്നെ എയർ കൂളിംഗാണ്. കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റും തേഞ്ഞിരിക്കുകയാണ്, വേണ്ട. ഇത് ടൊയോട്ടയുടെ ഓയി ആണെങ്കിലും ടൊയോട്ടയുടെ ഓയി രണ്ട് കമ്പനിയിലാണ്, മൂന്നെണ്ണത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ANL ഇതുണ്ടോ, ANL എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. പിന്നൊന്ന് ലൂക്ക് കൊടുക്കും, പിന്നൊന്ന് XD കൊടുക്കും. ഈ 3 കമ്പനിയാണ് ടൊയോട്ടയുടെ ഓയി ക്ലച്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലൂക്കിൻ്റെ ക്ലച്ച് സെറ്റാണ് എടുത്തിരിക്കുന്നത്, ഉണ്ടോ അതായിരിക്കും. പിന്നെ അതുപോലെ റിലീസ് ബെയറിങ്ങും NSK എന്ന് പറയുന്ന റിലീസ് ബെയറിങ്ങാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് പുതിയ ക്ലച്ച് പ്ലേറ്റ് വരുന്നത്. ഇത് ക്ലച്ച് പ്ലേറ്റ് ലൂക്കിൽ തന്നെ ഇൻഡിക്കേഷൻ ഇല്ലാത്തതും ഈ ലൈൻ ഇല്ലാത്തതും ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഇൻഡിക്കേഷൻ ഈ ലൈൻ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്. അത്രയും ഗ്രിപ്പ് ഇതിനകത്ത് കിട്ടും. ഫ്ലാറ്റ് ആയിരിക്കും, നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കാൻ കറക്റ്റ് അറിയില്ല അത് തേഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അത് മാത്രമല്ല ആ സ്ലിപ്പാകാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 10% കൂടുതലാണ്. ഇതൊക്കെയാണ്. ഇത് ഇങ്ങനെയുള്ള ഇൻഡിക്കേഷൻ ഉള്ളത് തന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ തന്നെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, ഗിയർ ബോക്സ് സൈഡ്, അതുപോലെ തന്നെ ഫ്ലൈ വീൽ സൈഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കാറിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ഗ്രൂവ് കൂടുതലുള്ള ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമ്മളെപ്പോഴും ഗിയർ ബോക്സ് സൈഡാണ് ഇടുക. അതുപോലെ ഇത് ഈ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ഫ്ലൈ വീൽ സൈഡ്, മറ്റേ ഗിയർ ബോക്സ് സൈഡാണ് ഇടുക. അപ്പോൾ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ ആ വണ്ടിയുടെ ഒരു ഓർമ്മയിൽ നമ്മൾ ഇത് കയറ്റാൻ പറ്റില്ല, നേരെ തിരിച്ചാണ് ഇതിൻ്റെ പ്ലേറ്റ് നമ്മൾ സീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൊയോട്ട ഓയി വരുന്നതിൽ കറക്റ്റ് മെൻഷൻ ഒന്നും ഉണ്ടാവില്ല, അത് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. വേണ്ടോ, ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്ലൈ വീൽ സൈഡിൽ നിന്ന്. അതുപോലെ ഇത് ഈ സൈഡും കറക്റ്റ് ഗിയർ ബോക്സ് സൈഡിൽ നിന്ന് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആക്കിയിട്ട് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. ഇതാണ് അതിൻ്റെ ക്ലച്ച് കവറ്. എപ്പോഴും നമ്മൾ ഈ ക്ലച്ച് കവർ ഇടുമ്പോൾ ഈ സർഫസ് ഒന്ന് തിന്നറിട്ട് തുടച്ചിട്ട് വേണം ഇടാൻ. എന്താ വെച്ചാൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും, തുരുമ്പ് പിടിക്കാതിരിക്കാൻ. നമ്മൾ അതേ വെച്ച് കയറ്റുമ്പോൾ ആ ഓയിൽ കണ്ടൻറ്റ് ഈ പ്ലേറ്റിൽ വന്ന് നിൽക്കുമ്പോൾ സ്ലിപ്പാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴും നമ്മൾ ഇത് കയറ്റുമ്പോൾ കറക്റ്റ് ഒരു തിന്നറോ അല്ലാന്നുണ്ടെങ്കിൽ പെട്രോളോ അങ്ങനെയുള്ള ഇതിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിങ് ഇതാണ് വരുന്നത്.
നോർമൽ നമ്മൾ സാധാ വരുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ ഹൈഡ്രോളിക് സിലിണ്ടർ പുറത്തായതുകൊണ്ട് താഴെ നമ്മൾ നോർമൽ സിലിണ്ടർ തന്നെയാണ്, മറ്റേ ബെയറിംഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിത് കയറ്റുമ്പോൾ ഈ കോൺടാക്ട് പോയിന്റ് ഇതിലാണ് ക്ലച്ചിൻ്റെ ഫോർക്ക് ഇരിക്കുന്നത്, റിലീസിങ് ഫോർക്ക്. ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ പക്ക ഗ്രീസ് ചെയ്ത് അതിൻ്റെ ഇത് സീറ്റിംഗ് ആയിരിക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസ് ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട്. നമ്മളിത് കയറ്റി കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ 70,000-80,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഒന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് പക്ക നോക്കിയിട്ട് വേണം കയറ്റാൻ. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് സെൻറ്ററിങ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടികൾക്കും പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലച്ച് സെൻറ്ററിങ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമ്മൾ ക്ലച്ച് പ്ലേറ്റ് കയറ്റാണ്. കയറ്റുമ്പോൾ കറക്റ്റ് സെൻറ്റർ ഇതിനകത്തുണ്ട്. അത് കറക്റ്റ് ലെവലിലേ നിൽക്കുള്ളൂ. ബെയറിങ്ങിൽ കറക്റ്റായി പോയി സീറ്റിംഗ് ആയി നിൽക്കും. എന്നിട്ട് ഇത് എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ ക്രോസ് ആയിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. ഒന്ന് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ടൈറ്റ് ചെയ്യുക, ഇത് ടൈറ്റ് ചെയ്യുക, ഇത് ടൈറ്റ് ചെയ്യുക, ഇത് ടൈറ്റ് ചെയ്യുക. അങ്ങനെ എപ്പോഴും ക്രോസ് ആയിട്ട് വേണം കയറ്റാനായിട്ട്. എന്നാൽ തന്നെ കറക്റ്റ് അലൈൻമെൻറ്റിൽ കയറി നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷേ ഒരു ഭാഗം ചരിഞ്ഞും ഒരു ഭാഗം ടൈറ്റ് ആകാത്തൊരു ലെവലിൽ നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടുമ്പോൾ വൈബ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ക്രോസ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഇന്നോവയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം മൊത്തം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്ലച്ച് സെറ്റ് മാറി. ക്ലച്ച് സെറ്റ്, റിലീസ് ബെയറിങ്, അതിന് ഫ്ലൈ വീൽ ബെയറിങ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് മാറിയിരിക്കുന്നത്. ക്ലച്ചിൻ്റെ എല്ലാ സാധനങ്ങളും, എല്ലാ പാർട്ടുകളും നമ്മൾ മാറിയിട്ടുണ്ട്. സിലിണ്ടർ മാറിയിട്ടില്ല, ബാക്കി എല്ലാ പാർട്ടുകളും മാറിയിട്ടുണ്ട്. ഈ ടൊയോട്ടയുടെ വണ്ടി, ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും അങ്ങനെയുള്ള വണ്ടികൾക്കൊന്നും ക്ലച്ചിൻ്റെ സിലിണ്ടർ പെട്ടെന്ന് പോകില്ല. നല്ല ലൈഫുള്ളതാണ്. ഏകദേശം ഒരു 4 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ സിലിണ്ടറൊക്കെ ഓടും. അത്രയും ലൈഫുള്ളതാണ് ഇതിൻ്റെ സിലിണ്ടറുകൾ. അപ്പോൾ ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് പെഡൽ ഭയങ്കര ഹാർഡായിരുന്നു, നല്ല ഹാർഡായിരുന്നു. ഇപ്പോൾ അത് പക്ക സ്മൂത്തായിട്ട് നമ്മൾ കണ്ടോ, ഒരു വിരൽ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പയ്യെ ചവിട്ടിയാൽ തന്നെ ഭയങ്കര ഫ്രീ ആണ്. ഈ ആക്സിലേറ്റർ ചവിട്ടുന്നതിൻ്റെ അത്രയും സ്ട്രെയിൻ പോലും നമുക്ക് ക്ലച്ചിലേക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് ചവിട്ടിയാൽ മതി, പക്ക ഫ്രീ ആണ് ഇതിനകത്ത്. ഭയങ്കര സ്മൂത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ റിലീസ് ബെയറിംഗ് കയറ്റുമ്പോഴൊക്കെ അവിടെയൊക്കെ ഒന്ന് നല്ലോണം എമരിയിട്ട് സ്മൂത്ത് ചെയ്തിട്ടാണ്, ഗ്രീസ് ചെയ്തിട്ടാണ് കയറ്റുന്നത്. ആ സമയത്തൊക്കെ നല്ല ഫ്രിക്ഷൻ കുറവായിട്ട് നല്ലൊരു സ്മൂത്ത് അതിനകത്ത് കിട്ടും. ആ ഒരു ഫീലിംഗ് നല്ലോണം കിട്ടുന്നുണ്ട്. അതുപോലെ റേസിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല. ഇപ്പോൾ പക്ക ഫ്രീ ആണ്. അതുപോലെ നമ്മൾ ക്ലച്ച് എപ്പോഴും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 110-105 കിലോമീറ്റർ സ്പീഡിലൊന്ന് ഓടിച്ച് നോക്കണം. ആ കിലോമീറ്റർ വരുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ വരും. ക്ലച്ചിന് എന്തെങ്കിലും ഒരു ഫിറ്റിങ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90-100-105 ആ ഒരു കിലോമീറ്ററിൽ നല്ലൊരു ഷിവറിങ് വരും വണ്ടിക്ക്. ഞാനിതിനകത്ത് ഓടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല, ആ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓക്കെയാണ്, പക്കയാണ്. പിന്നെ അതുപോലെ ഇതിൽ AC-യുടെ കുറച്ച് പണി ഉണ്ടായിരുന്നു. പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഗ്യാസ് തീരെ കുറവായിരുന്നു. അപ്പോൾ AC-യുടെ ഗ്യാസും ഇതിൽ കംപ്ലീറ്റും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4.4 ഡിഗ്രി വരെ തണുക്കുന്നുണ്ട് കണ്ടോ. ഇപ്പം നമ്മൾ നോർമൽ RPM-ൽ തന്നെയാണ് നിൽക്കുന്നത്. നോർമൽ RPM-ൽ തന്നെ നമ്മൾ AC-യുടെ പോയിന്റ് വന്നിട്ട് 1-ൽ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4.2, 4.1 ആ ഒരു ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം അതെന്ന് വെച്ചാൽ പക്ക കൂളിംഗ് ആണ്. ഇപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഇതിൽ 750 ഡുവൽ AC ആണ്, 750 ഗ്രാം ഗ്യാസോളം ഇതിനകത്ത് കയറും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 100 ഗ്രാം ആ ഒരു ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റും ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. കയറ്റി പക്ക ആയിട്ടുണ്ട്. ഇപ്പോൾ കൂളിംഗ് പക്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ റണ്ണിങ്ങിനും ഭയങ്കര സ്മൂത്താണ്. ഇപ്പം ക്ലച്ച് പെടൽ എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.